16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിന്റെ 6ാം ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ സംഭവിച്ച തീപിടുത്തം സംബന്ധിച്ച റെഫറൻസ് ആയിരുന്നു ഇന്നത്തെ അജണ്ടയിലെ ആദ്യ ഇനം. ഡൽഹിയിലെ മാളവ്യ നഗറിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ആളുകൾ മരിച്ച സംഭവം അത്യന്തം ദുഃഖകരമാണെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി സഭാംഗങ്ങൾ അല്പസമയം എഴുന്നേറ്റ് നിന്നു. ഡൽഹിയിൽ മാളവ്യ നഗറിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 11 വിദേശികളടക്കം 21 പേർ മരിച്ച സംഭവം അത്യന്തം ദുഃഖകരമാണ്. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണമടഞ്ഞവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി അല്പസമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. വടക്കൻ ജില്ലകളിൽ KSRTCയുടെ കൂടുതൽ ഡിപ്പോകൾ ആരംഭിക്കേണ്ടതിന്റെയും കൂടുതൽ സർവീസുകൾ നടത്തേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച് VT ബൽറാം അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി CP ജോൺ മറുപടി നൽകി. KSRTCയുടെ പരിമിതികളും പരാധീനതകളും ഈ സഭയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എങ്കിലും KSRTCയുടെ സർവീസുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ സൗജന്യമായി നമ്മൾ സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം കൊടുക്കുന്ന സാഹചര്യത്തിൽ മലബാറിലേക്ക് എത്തിക്കണം എന്ന ആവശ്യം വളരെ കാതലുള്ളതാണ്. അത്തരം സ്ഥലങ്ങളിൽ പുതിയ സർവീസുകൾ തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ ആനുകൂല്യം എന്താണെന്ന് ചില പ്രദേശങ്ങൾ അറിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ മറികടന്ന് സുതാര്യമായ ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ച് K. പ്രേംകുമാർ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി KM ഷാജി മറുപടി നൽകി. പെൻഷൻ വിതരണം ചെയ്തത് ശരിയായില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പെൻഷൻ വിതരണം നടത്തിയ പ്രസ്തുത ജീവനക്കാരനെ പെൻഷൻ വിതരണ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തതായും ചുമതല മറ്റു ജീവനക്കാർക്ക് വീതിച്ച് നൽകിയതായും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് എന്നിരിക്കലും ആയത് ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർന്ന് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെച്ചു. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും അതിന്റെ യഥാർത്ഥ ചിത്രമാണ് ധവളപത്രമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, MLA മാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇത് തയ്യാറാക്കുന്ന ആളുകൾ എല്ലാവരും അറിയണം. ബ്യൂറോക്രസി എല്ലാവരും അറിയണം ഇതെന്താണ് കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് അവസാനിച്ചു. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തി M. വിൻസെന്റ് അവതരിപ്പിച്ച ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയിൽ വിവിധ അംഗങ്ങൾ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച പൂർത്തിയായി. ജനങ്ങളോട് നൽകിയ കാര്യങ്ങൾ, അവരോട് പറഞ്ഞ കാര്യങ്ങൾ, അവർക്ക് കൊടുത്ത വാക്ക്, ആ വാക്ക് പാലിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഒരു പുതിയുഗ കേരളത്തെ കെട്ടിപ്പടുക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നത് ജൂൺ മാസം 19-ാം തീയതി രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.